ലോകത്തെ ഏറ്റവും ഒറിജിനാലിറ്റിയുള്ള പ്രേത ഫോട്ടോ ഏതാണെന്ന് ചോദിച്ചാൽ പ്രേതാന്വേഷികളും ഫോട്ടോഗ്രാഫി സ്പെഷ്യലിസ്റ്റുകളും വരെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രമുണ്ട്. 1966 ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ചിലുള്ള നാഷണൽ മാരിടൈം മ്യൂസിയത്തിൽ വെച്ചെടുത്ത പടികൾ കയറുന്ന പ്രേതത്തിന്റെ ചിത്രം. കഴിഞ്ഞ 50 വർഷമായി ഇന്നേ വരെ ആ ഫോട്ടോയ്ക്ക് പിന്നിലെ രഹസ്യം ആർക്കും കണ്ടെത്താനായിട്ടില്ല. ഇതിനോടകം ഫോട്ടോയിലും അതിന്റെ നെഗറ്റീവിലും നടത്തിയ പരീക്ഷണങ്ങൾക്കും കയ്യും കണക്കുമില്ല. ഇപ്പോഴും മനുഷ്യ മനസ്സിലേക്ക് ഭീതിയുടെ പടവുകൾ ചവിട്ടി ആ അജ്ഞാത പ്രേതം യാത്ര തുടരുകയാണ്. 400 വർഷം മുൻപ് നിർമ്മിച്ച പാലസ് ഓഫ് ഗ്രീൻവിച്ച് ആണ് പിന്നീട് നാഷണൽ മാരിടൈം മ്യൂസിയം ആയത്. പാലസ് ഓഫ് ഗ്രീൻവിച്ചിൽ 1616 ക്വീൻസ് ഹൗസ് പ്രത്യേകമായി പണിയുന്നത്. നിർമ്മാണം ആരംഭിച്ച് രാജ്ഞി അസുഖബാധിതയായി മരണപ്പെട്ടതിനാൽ 10 വർഷത്തോളം ഒരു പണിയും നടത്താതെ നിർത്തുകയായിരുന്നു. പിന്നീട് പുനരാരംഭിച്ച 1635 ടുലിപ്പ് പടിക്കെട്ടുകളോടെ നിർമ്മാണം പൂർത്തിയാക്കി. ടുലിപ്പ് പടികൾ ലോക പ്രശസ്തമാണ്. അതിന്റെ മാസ്മരിക ഭംഗിക്ക് പിന്നിലെ രഹസ്യം ഇപ്പോഴും ഏറെക്കുറെ അജ്ഞാതവുമാണ്. അത്രമാത്രം തന്ത്രപരമായാണ് നിർമ്മാണം. ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ ഒട്ടേറെ നിർണായക മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് ക്വീൻസ് ഹൗസ്. പല കൊട്ടാര വാർത്തകളും പുറം ലോകത്തിന് അന്യവുമായിരുന്നു. കൊട്ടാരത്തെ പറ്റിയും ടുലിപ്പ് പടിക്കെട്ടുകളെ പറ്റിയും അതിനാൽ തന്നെ കഥകളുമേറെ ജനിച്ചു. 1966 ജൂൺ 19 കാനഡയിൽ നിന്ന് വെക്കേഷൻ ആഘോഷിക്കാനായി ക്വീൻസ് ഹൗസിലെത്തിയ റെവറൻഡ് റാൾഫ് ഹാഡി എന്ന വ്യക്തിയുടെ ക്യാമറയിലാണ് പ്രേതം പതിഞ്ഞത്. ഭാര്യയ്ക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. പക്ഷേ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കല്ലാതെ അക്കാലത്ത് ടുലിപ്പ് പടി കയറി മുകളിലേക്ക് പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല. പ്രവേശനം ഇല്ല എന്ന് പടിയുടെ ചുവടെ തന്നെ എഴുതിയിട്ടുമുണ്ടായിരുന്നു. അതിനാൽ താഴെ നിന്ന് പടിയുടെയും സമീപത്തെ ബൾബിന്റെയും ചിത്രമെടുക്കാനായിരുന്നു ഹാഡിയുടെ ശ്രമം. അന്നേരം പരിസരത്ത് ഹാഡിയും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമയം വൈകിട്ട് 5:15 5:30 ഇടയ്ക്ക്. പാലസ് എല്ലാം നടന്നുകണ്ട് തിരികെ കാനഡയിലെത്തി നെഗറ്റീവ് ഡെവലപ്പ് ചെയ്തപ്പോഴാണ് ഹാഡി ഞെട്ടിത്തരിച്ചു പോയത്. താനെടുത്ത ടുലിപ്പ് ഫോട്ടോയിൽ മൂടിപ്പുതച്ച് വസ്ത്രം ധരിച്ച രൂപത്തിൽ ഒരാൾ ഇരു കൈകളും പടിക്കെട്ടിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. പിറകിൽ നിന്ന് വെളിച്ചമുള്ളതിനാൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ പ്രേതരൂപത്തിന്റെ മുഖം അവ്യക്തമായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ഹാഡി ഫോട്ടോ ഇംഗ്ലണ്ടിലെ ഗോസ്റ്റ് ക്ലബിന് പരിശോധനയ്ക്ക് കൈമാറി. അവരുടെ നിർദ്ദേശപ്രകാരം ഫോട്ടോ കോഡാക് ഫിലിം കമ്പനിക്ക് നൽകി. കോഡാക്കിന്റെ C2 കോണ്ടിന ക്യാമറ ഉപയോഗിച്ചായിരുന്നു ഫോട്ടോ എടുത്തത്. കോഡാക്രാൻ 35mm ഫിലിമിൽ ഫോട്ടോ എടുക്കുമ്പോൾ പരിസരത്തെ ലൈറ്റ് അല്ലാതെ ഫ്ലാഷും ഉപയോഗിച്ചിരുന്നില്ല. ഫോട്ടോ പരിശോധിച്ച കൊഡാക് അധികൃതരും പറഞ്ഞു, യാതൊരുവിധ കൃത്രിമപ്പണികളും ഫോട്ടോയിലോ നെഗറ്റീവിലോ നടത്തിയിട്ടില്ല. പ്രേതമായാലും മനുഷ്യനായാലും എന്തോ ഒന്ന് അന്നേരം ക്യാമറയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ഉറപ്പാണെന്നും കൊഡാക് വ്യക്തമാക്കി. ഫിലിം കളറിലാക്കിയും പരിശോധന നടത്തി നോക്കി. പക്ഷേ ഫോട്ടോയുടെ കാര്യത്തിൽ ഹാഡിയെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു കൊട്ടാരം ജീവനക്കാരുൾപ്പെടെ പറഞ്ഞത്. കാരണം ടുലിപ്പ് പടിക്കെട്ടുകൾ പണ്ട് മുതൽക്കേ കുപ്രസിദ്ധമാണ്. അവ്യക്ത രൂപങ്ങളെ ഈ പടികളിൽ പലരും മുൻപ് തന്നെ കണ്ടിട്ടുണ്ട്. അജ്ഞാതമായ ശബ്ദങ്ങളും കേൾക്കാറുണ്ട്. ചിലപ്പോൾ കുട്ടികൾ ഒരുമിച്ച് കൊയർഗാനം പാടുന്നതും കേട്ടിട്ടുണ്ടത്രേ. പടിക്കെട്ടിലൂടെ നടക്കുമ്പോൾ ദേഹത്ത് ആരോ തോണ്ടുന്നത് പോലുള്ള അനുഭവവും പലർക്കും ഉണ്ടായിട്ടുണ്ട്. പല സ്ത്രീകളും മറ്റൊരനുഭവവും പങ്കുവച്ചിട്ടുണ്ട്. പടിക്കെട്ടിന് താഴെ നരച്ച വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ചോരപ്പാടുകൾ തുടച്ചുമാറ്റുന്ന കാഴ്ച കണ്ടിട്ടുണ്ടെന്നാണ്. 300 വർഷം മുൻപ് 50 അടി മുകളിൽ നിന്ന് അതേ സ്ഥാനത്ത് കൊട്ടാരത്തിലെ ഒരു പരിചാരിക വീണു മരിച്ചിട്ടുമുണ്ടത്രേ. ഹാഡി എടുത്ത മറ്റു ഫോട്ടോകളാകട്ടെ സാധാരണ പോലെ കൊട്ടാരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ഭംഗി ഒപ്പിയെടുത്തതായിരുന്നു. ടുലിപ്പടികളിലെ പ്രേതചിത്രത്തിന് തൊട്ടു മുൻപും ശേഷവും എടുത്ത മറ്റു കൊട്ടാര ഭാഗങ്ങളുടെ ചിത്രങ്ങളിലുമില്ല ഒരു കുഴപ്പവും. ഹാഡി തന്റെ ക്യാമറയുമായി 1967 ടുലിപ്പടികളിലെ അതേ പ്രേത സ്ഥലത്തെത്തിയിരുന്നു. മ്യൂസിയം ഫോട്ടോഗ്രാഫറുടെ സഹായത്തോടെ പഴയ അതേ പൊസിഷനിൽ നിന്ന് ചിത്രമെടുത്തെങ്കിലും ഇത്തവണ യാതൊന്നും ക്യാമറയിൽ പതിഞ്ഞില്ല. അടുത്തിടെ കൊട്ടാരത്തിൽ മറ്റൊരു സംഭവവും നടന്നു. അവിടുത്തെ ഒരു വാതിൽ തനിയെ അടയുന്നത് കണ്ട് ചെന്ന് നോക്കിയതാണ് ആർട്ട് ഗാലറി അസിസ്റ്റന്റുമാരിൽ ഒരാൾ. പെട്ടെന്നാണ് കണ്ടത് രാജാക്കന്മാരുടെ കാലത്തെ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ പടിക്കെട്ടുകളിലൂടെ ഒഴുകിയെന്ന പോലെ മുകളിലേക്ക് കയറിപ്പോകുന്നു. ആ കാഴ്ചയ്ക്ക് മുന്നിൽ താനും സഹപ്രവർത്തകരും തണുത്തുറങ്ങിപ്പോയെന്നാണ് ജീവനക്കാരൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്.